ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ പെരുന്നാളും നോമ്പൊക്കെ ആയിട്ട് നമുക്ക് നോൺ വെജൊക്കെ കഴിച്ച് മടുത്തു. അപ്പം നേരം നമുക്ക് നാടൻ റെസിപ്പി ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മുരിങ്ങക്കായ് തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങക്കായ് ഇങ്ങനെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം ഇട്ട് നന്നായി ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ ഒന്ന് കളറൊക്കെ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. ഇതാ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ അതോടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ കറിക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയാണ്. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങക്കായ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായെല്ലാം നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ചിരവിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഇതൊന്നും അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇതാ ഇപ്പം നമ്മുടെ മുരിങ്ങക്കായെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതായി ഇപ്പം നമ്മുടെ മുരിങ്ങക്കായെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തിന് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എത്ര മാത്രം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഊണിൻ്റെ കൂടെ നല്ല നാടൻ റെസിപ്പീസാണ് കേട്ടോ. നല്ല നാടൻ പടവലങ്ങക്കറി ഉണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതേ നമ്മുടെ മുരിങ്ങക്കായ് തോരൻ, പിന്നെ നല്ല ഉരുളക്കിഴങ്ങ് വറുത്തത്, നല്ല നാടൻ മാങ്ങച്ചാറ്, പിന്നെ ഇതേ കുറച്ച് വറ്റലൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.